നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആദിത്യവർമ്മ എന്ന യുവ വ്യവസായിക്ക് ലോകം അവന്റെ കാൽക്കീഴിലാണെന്ന് തോന്നിയിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അവൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം സ്വപ്നങ്ങൾക്കും അപ്പുറമായിരുന്നു. ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ബിസിനസ്സുകൾ, ആഡംബര ജീവിതം എല്ലാം അവനുണ്ടായിരുന്നു. പക്ഷേ ആ തിരക്കിനിടയിലും അവന്റെ ഹൃദയത്തിൽ ഒരിടം ഒഴിഞ്ഞുകിടന്നു. ഒരുപക്ഷേ അവനത് തിരിച്ചറിഞ്ഞില്ലായിരിക്കാം. അതേ നഗരത്തിൽ വെറും സാധാരണക്കാരിയായ നന്ദിത മറ്റൊരു ലോകത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. വാടക വീട്ടിലെ പരിമിതമായ സൗകര്യങ്ങളിൽ ഒതുങ്ങി ഒരു ചെറിയ കഫേയിലെ ജോലിയായിരുന്നു അവളുടെ വരുമാനം. കുടുംബത്തിന്റെ ഭാരം അവളുടെ ചുമലിലായിരുന്നു. ഓരോ രൂപയും സൂക്ഷിച്ചാണ് അവൾ ചിലവഴിച്ചിരുന്നത്. ആഡംബര ജീവിതത്തെക്കുറിച്ച് അവൾക്ക് സ്വപ്നം കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും അവൾ പുഞ്ചിരിച്ചു, മറ്റുള്ളവരെ സഹായിച്ചു. ഒരു ദിവസം ആദിത്യയുടെ സുഹൃത്തിന്റെ ജന്മദിനാഘോഷത്തിനായി അവൻ ആ കഫേയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നു. തിരക്കിനിടയിൽ നന്ദിത അറിയാതെ അവന് ചായ നൽകാൻ വൈകിപ്പോയി. അല്പം ദേഷ്യത്തോടെ തിരിഞ്ഞ ആദിത്യ കണ്ടത് പരിഭ്രാന്തിയായ എന്നാൽ അതിമനോഹരിയായ ഒരു യുവതിയെയാണ്. അവളുടെ വിടർന്ന കണ്ണുകളും അതിലെ ദയനീയതയും അവനൊരു നൊടിയിടയിൽ ശാന്തനാക്കി. അന്നത്തെ ആ ചെറിയ സംഭവം അവരുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. പിന്നീട് ആദിത്യ പലപ്പോഴും ആ കഫേയിലേക്ക് വരാൻ തുടങ്ങി. ചിലപ്പോൾ ഒറ്റയ്ക്ക്, മറ്റു ചിലപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം. അവന്റെ ലക്ഷ്യം നന്ദിതയായിരുന്നു. അവളുടെ സംസാരം കേൾക്കാൻ, അവളുടെ പുഞ്ചിരി കാണാൻ അവൻ ആഗ്രഹിച്ചു. ആദ്യമൊക്കെ അവളിൽ അകലം പാലിച്ചെങ്കിലും ആദിത്യയുടെ ആത്മാർത്ഥമായ പെരുമാറ്റം നന്ദിതയുടെ മനസ്സിൽ പതിയെ സ്ഥാനമുറപ്പിച്ചു. അവന്റെ ഉയർച്ചയെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ അവൻ ഒരിക്കലും സംസാരിച്ചില്ല. പകരം അവളുടെ വിഷമങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അവൻ ചോദിച്ചറിഞ്ഞു. അവരുടെ സൗഹൃദം പൂവിട്ടപ്പോൾ പ്രണയം ഒരു നനുത്ത കാറ്റുപോലെ അവരെ തലോടി. വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിച്ച അവർ ഹൃദയം കൊണ്ട് ഒന്നായി. ആദിത്യയുടെ ആഡംബര ലോകവും നന്ദിതയുടെ ലളിതമായ ജീവിതവും അവർക്കിടയിൽ ഒരു തടസ്സമായി തോന്നിയില്ല. അവർ ഒരുമിച്ചിറങ്ങിയ ഓരോ യാത്രയും, അവർ പങ്കിട്ട ഓരോ നിമിഷവും അവർക്ക് മധുരമുള്ള ഓർമ്മകളായി മാറി. നഗരത്തിലെ തിരക്കുകളിൽ അവർ കൈകോർത്ത് നടന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. എന്നാൽ അവരുടെ പ്രണയം അത്ര എളുപ്പമായിരുന്നില്ല. ആദിത്യയുടെ സാമൂഹിക ചുറ്റുപാടിൽ പലരും ഈ ബന്ധത്തെ അംഗീകരിച്ചില്ല. നിനക്ക് എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടാനുണ്ട്, എന്തിനാണ് ഈ സാധാരണക്കാരിയെ പ്രേമിക്കുന്നത്? സുഹൃത്തുക്കൾ അവനെ ഉപദേശിച്ചു. ബിസിനസ് ലോകത്തും ഇത് ചർച്ചാ വിഷയമായി. നന്ദിതയ്ക്കും ഇത് എളുപ്പമായിരുന്നില്ല. ആദിത്യയുടെ ലോകം അവളെ ഭയപ്പെടുത്തി. ഞാൻ ഇവനൊരു ഭാരമാകുമോ? നമ്മുടെ ഇഷ്ടം അധികകാലം നിലനിൽക്കുമോ? അവളുടെ മനസ്സിൽ ആശങ്കകൾ നിറഞ്ഞു. ഒരു ദിവസം ഒരു വലിയ പാർട്ടിയിൽ വെച്ച് ആദിത്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദിതയോടുള്ള തന്റെ പ്രണയം ഉറക്കെ പ്രഖ്യാപിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നന്ദിതയാണ്. അവളുടെ സ്നേഹമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ലോകം എന്തു പറഞ്ഞാലും ഞാൻ അവളെ കൈവിടില്ല. ആ വാക്കുകൾ നന്ദിതയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അവൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവിടെ നിന്ന് അവരുടെ പ്രണയം കൂടുതൽ ശക്തമായി വളർന്നു. ലളിതമായ കഫേയിൽ ചിലവഴിച്ച നിമിഷങ്ങളും ആഡംബര ഹോട്ടലുകളിലെ അത്താഴ വിരുന്നുകളും അവർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതായിരുന്നു. അവർ പരസ്പരം താങ്ങും തണലുമായിരുന്നു. ആദിത്യയുടെ വിജയങ്ങളിൽ നന്ദിത സന്തോഷിച്ചു. അവളുടെ ചെറിയ നേട്ടങ്ങളിൽ അവൻ അഭിമാനം കൊണ്ടു. ആദിത്യയുടെ വിജയങ്ങളിൽ നന്ദിത സന്തോഷിച്ചു. അവളുടെ ചെറിയ നേട്ടങ്ങളിൽ അവൻ അഭിമാനം കൊണ്ടു. കാലം കടന്നുപോയപ്പോൾ അവരുടെ പ്രണയം ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറി. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന രണ്ടുപേർ ഹൃദയം കൊണ്ടൊന്നായപ്പോൾ ലോകം അവരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അവസാനം ആദിത്യയും നന്ദിതയും വിവാഹിതരായി. അവരുടെ ജീവിതം സന്തോഷവും സ്നേഹവും നിറഞ്ഞതായിരുന്നു. അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു, പണത്തെക്കാളും പ്രശസ്തിയെക്കാളും വലുതാണ് ഹൃദയങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ സ്നേഹബന്ധമെന്ന്. ആദിത്യയുടെ ഉയരങ്ങളും നന്ദിതയുടെ ലാളിത്യവും അവരുടെ പ്രണയത്തിന് കൂടുതൽ മനോഹാരിത നൽകി.